ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 7. ആന്തരിക സൗഖ്യം നേടുക. ഹൃദയം തകർന്നവരെ മുറികെട്ടാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം 1 അമേരിക്കൻ സംസ്ഥാനമായ മിഷിഗണിൽ നിന്നുള്ള എപ്പോഴും തിരക്കുള്ള ആളാണ് ക്യാർസൺ. വേട്ടയാടുകയും മീൻ പിടിക്കുകയും ഗ്രാമീണ പാതകളിൽ ബൈക്ക് ഓടിക്കുകയും സ്കേറ്റ് ബോർഡിൽ സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ട് എപ്പോഴും പുറത്ത് കറങ്ങാൻ അയാൾ ഇഷ്ടപ്പെട്ടു. എന്നാൽ ഒരു മോട്ടോർ സൈക്കിൾ അപകടത്തിൽപ്പെട്ട അയാളുടെ ശരീരം നെഞ്ചിന് താഴേക്ക് തളർന്നു. താമസിയാതെ വിഷാദത്തിൽ മുങ്ങിയ അയാൾക്ക് ഭാവിയൊന്നും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയാളുടെ ചില കൂട്ടുകാർ വീണ്ടും വേട്ടയാടാൻ പ്രേരിപ്പിച്ചു. ചുറ്റുപാടുമുള്ള സൗന്ദര്യം ആസ്വദിച്ചപ്പോൾ തൻ്റെ വേദനകൾ അയാൾ മറന്നു. ഈ അനുഭവം അയാൾക്ക് ആന്തരിക സൗഖ്യം നൽകുകയും അവൻ്റെ ജീവിതത്തിനൊരു പുതിയ ലക്ഷ്യം നൽകുകയും ചെയ്തു. ഹണ്ട് ടു ഹീൽ എന്ന ലാഭേച്ഛയില്ലാത്ത സംഘടനയിലൂടെ തന്നെപ്പോലുള്ള മറ്റുള്ളവർക്ക് ഇതേ അനുഭവം നൽകുന്നതിന് അയാൾ ജീവിതം ഉഴിഞ്ഞുവെച്ചു. തൻ്റെ അപകടം പ്രച്ഛന്ന വേഷത്തിലെത്തിയ ഒരു അനുഗ്രഹമായിരുന്നു. ഇപ്പോൾ എനിക്ക് തിരികെ നൽകാൻ കഴിയും. അത് ഞാൻ എപ്പോഴും ചെയ്യാൻ ആഗ്രഹിച്ചു. ഞാൻ സന്തോഷത്തിലാണ്, അയാൾ പറയുന്നു. കഠിനമായ ചലന വൈകല്യമുള്ളവർക്കും അവരെ പരിചരിക്കുന്നവർക്കും സൗഖ്യം കണ്ടെത്തുന്നതിന് ഒരു സ്ഥലം നൽകുന്നതിൽ അദ്ദേഹം ആവേശഭരിതനാണ്. തകർന്നവർക്ക് സൗഖ്യം നൽകുന്നവൻ്റെ വരവിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞു. അവൻ ഹൃദയം തകർന്നവരെ മുറികെട്ടുകയും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിക്കുകയും ചെയ്യും. യേശു തൻ്റെ ജന്മനാട്ടിലെ സിനഗോഗിൽ ഈ തിരുവെഴുത്ത് വായിച്ചതിന് ശേഷം പറഞ്ഞു, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. യേശു വന്നത് നമ്മെ രക്ഷിക്കാനും നമ്മെ സുഖപ്പെടുത്താനുമാണ്. നിങ്ങൾക്ക് ആന്തരിക സൗഖ്യം ആവശ്യമുണ്ടോ? യേശുവിലേക്ക് തിരിയുക. യേശു നിങ്ങൾക്ക് വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട നൽകും. ചിന്തിക്കുക. യേശുവിൻ്റെ സൗഖ്യം നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തിൽ ആവശ്യമാണ്? യേശുവിനെക്കുറിച്ചും യേശു നൽകുന്ന രക്ഷയെയും സമ്പൂർണതയെയും കുറിച്ചും നിങ്ങൾക്ക് ആരോട് പറയാൻ കഴിയും? ദൈവത്തിന് മഹത്വം.